+2 ഫുൾ A+ വാങ്ങിയ മകൾക്ക് സമ്മാനവുമായി അടുത്ത മാസം നാട്ടിലേക്ക് വരാനിരിക്കെയാണ് കൊല്ലം വിളിച്ചിക്കാല സ്വദേശി ലൂക്കോസിനെ അപ്രതീക്ഷിത ദുരന്തം കവർന്നത്. 2 പെൺമക്കളും പ്രായമായ മാതാപിതാക്കളും അടങ്ങിയ കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ലൂക്കോസ്. പതിനെട്ട് വർഷമായി ലൂക്കോസ പ്രവാസിയാണ്. പ്രവാസ ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പകുത്ത് ഭാര്യ ഷൈനി കുടുംബം നോക്കും. പ്രായമായ അപ്പച്ചനും അമ്മച്ചിയും 2 പെൺമക്കളുമാണ് ലൂക്കോസിന്. കഴിഞ്ഞ വർഷം നാട്ടിൽ വന്ന് മടങ്ങിയ അദ്ദേഹം മകൾ ലിഡിയ +2 ഉന്നത വിജയം നേടിയതറിഞ്ഞ് അവൾക്കൊരു സമ്മാനവും വാങ്ങിവെച്ച് അടുത്ത മാസം നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയായിരുന്നു ദുരന്തം സംഭവിച്ചത്. ഈ മോള് ഉന്നതമായ എല്ലാം A+ വാങ്ങിച്ചപ്പോൾ മോൾക്ക് അഡ്മിഷൻ എടുക്കാനും കൂടിയാണ് ഈ മാസം വരാനിടുന്ന ലൂക്കോസ് അടുത്ത മാസം മാറ്റിവെച്ചത്. വരാനായിട്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് അൺഫോർച്ചുനേറ്റ്ലി ഈ ദുരന്ത വാർത്ത ഈ കുടുംബത്തെ തേടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ദിവസവും 10ലേറെ തവണ വീട്ടിലേക്ക് വിളിക്കുന്ന ലൂക്കോസിന്റെ കോൾ കാണാതായതോടെ കുവൈറ്റിലെ സുഹൃത്തുക്കളോട് ബന്ധുക്കൾ വിവരം തിരക്കുകയായിരുന്നു. തുടർന്നാണ് അപകടം നടന്നത് കുടുംബം അറിയുന്നത്. തീപിടുത്തമുണ്ടായ ഫ്ളാറ്റിലെ സ്റ്റെയറിനടിയിൽ നിന്നാണ് ലൂക്കോസിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ച് തങ്ങളുടെ ലൂക്കാച്ചന് അന്ത്യചുംബനം നൽകി യാത്രയയക്കാൻ കാത്തിരിക്കുകയാണ് കുടുംബം. വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.